കിങ്സ് ലാൻഡിംഗിലെ വലിയ കോട്ടയായ റെഡ് കീപ്പിന്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. ചുമരുകളിൽ കത്തിനിൽക്കുന്ന പന്തങ്ങളുടെ വെളിച്ചം അവിടെയുള്ള നിഴലുകളെ ഭയപ്പെടുത്തുന്ന രൂപങ്ങളാക്കി മാറ്റി. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പരിഭ്രാന്തിയോടെ വലിയ ശ്വാസമെടുത്ത് മാസ്റ്റർ ഓർവൈലിന്റെ കാൽവയ്പ്പുകൾ ആ കല്ലുപാകിയ തറയിൽ മാറ്റൊലിക്കൊണ്ടു. തന്റെ നെഞ്ചിടിപ്പ് പുറത്തു കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ അയാൾ റെനേറയെ കാണാനായി തിടുക്കത്തിലോടി. ഇരുട്ടിന്റെ മറവിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന റെനേറയുടെ മുറിയുടെ വാതിൽക്കൽ അയാൾ എത്തിയപ്പോൾ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം തളം കെട്ടിനിൽപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും കേട്ടമാത്രയിൽ തന്നെ അവളുടെ മുഖത്തെ ചോരവാർന്നുപോയി. ഹൃദയമിടിപ്പ് വേഗത്തിലായ അവൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്റെ ഭർത്താവായ ഡീമോണിന്റെ മുറിയിലേക്ക് ഓടി. ആ സമയം യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ. തന്റെ തണുത്ത കട്ടിയുള്ള ഇരുമ്പുകവചത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടു നിൽക്കുന്ന ഡേമണിനെയാണ് അവൾ അവിടെ കണ്ടത്. തന്റെ ഭർത്താവിന്റെ തണുത്ത കണ്ണുകളിലേക്ക് നോക്കി എന്തു പറയണമെന്നറിയാതെ അവൾ ഒരു നിമിഷം തരിച്ചുനിന്നുപോയി. അവൻ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വല്ലാത്തൊരു നടുക്കത്തോടെ റെനേറ പറഞ്ഞു. മരിച്ചുപോയി എന്ന് അവൾ വിശ്വസിച്ചിരുന്ന ഏഗോണിന്റെ തിരിച്ചുവരവായിരുന്നു അത്. ഈമോണ്ടിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഏഗോണും അവന്റെ വലിയ ഡ്രാഗണായ സൺഫയറും ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന സത്യം അവളുടെ സമനില തെറ്റിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പടർന്നിരിക്കുന്നു. ഏഗോണിന്റെ അനുയായികൾ അവൻ മരിച്ചിട്ടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കിങ്സ് ലാൻഡിംഗിൽ ആർക്കാണ് യഥാർത്ഥ അധികാരമുള്ളത് എന്നറിയാതെ ജനങ്ങൾ ഭയത്തോടെ സെപ്റ്റിന്റെ പുറത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. എന്നാൽ ഈ പരിഭ്രാന്തിക്കിടയിലും വളരെ ശാന്തനായിരുന്നു അയാൾ. അവരുടെ പക്കൽ ഇപ്പോൾ 6 ഡ്രാഗൺകളുണ്ടെന്നും ആ ശക്തി ഉപയോഗിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അയാൾ അവളെ ഓർമ്മിപ്പിച്ചു. പക്ഷെ അവളുടെ മനസ്സിൽ തന്റെ പിതാവായ വിസരീസിന്റെ ഓർമ്മകൾ ഒരു ഭയമായി വേട്ടയാടുന്നുണ്ടായിരുന്നു. ജനങ്ങൾ തന്നെ ഒരു യഥാർത്ഥ ഭരണാധികാരിയായി അംഗീകരിക്കണമെങ്കിൽ എടുത്തുചാട്ടം പാടില്ലെന്ന് അവൾക്ക് തോന്നി. അതിനാൽ നഗരത്തിന്റെ സുരക്ഷയ്ക്കായി ഹ്യൂ ഹാമറിനെ കാവൽ നിർത്താനും എന്നിട്ട് ടംബിൾട്ടണിലേക്ക് പോയി അവിടെയുള്ള ഹൈടവേഴ്സിനെ ഓരോരുത്തരെയായി ഇല്ലാതാക്കാനും അവൾ ഡീമണിനോട് കൽപ്പിച്ചു. തന്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കടിച്ചുപിടിച്ചുകൊണ്ട് ഈ രാജ്യം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കുകയാണ്, എന്നെ ഒരു രാക്ഷസിയാക്കി മാറ്റരുത് എന്ന് കണ്ണീരോടെ റെനേറ പറഞ്ഞു. തന്റെ മുന്നിൽ നിൽക്കുന്ന ഭർത്താവിന്റെ കണ്ണുകളിലെ ഇരുണ്ട സന്തോഷം റെനേറ വളരെ വ്യക്തമായി കണ്ടു. അവളുടെ വാക്കുകളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഒരു ചെറുചിരിയോടെ ഡേമൺ തലകുലുക്കി. ആ വലിയ കൽച്ചുവരുകൾക്കുള്ളിൽ അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ടംബിൾട്ടണിലെ കാര്യങ്ങൾ അവസാനിക്കുകയും അവിടെ വെച്ച് ഓർമണിനെയും ഡേറോണിനെയും ഇല്ലാതാക്കുകയും ചെയ്തുകഴിഞ്ഞാൽ താൻ നേരിട്ട് പോയി ഏഗോണിനെ വേട്ടയാടുമെന്ന് ആഴത്തിലുള്ള ശ്വാസമെടുത്ത് അവൾ പറഞ്ഞു. എന്നാൽ ആ ഭാരമേറിയ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ബെല അവിടേക്ക് കടന്നുവന്നു. ടംബിൾട്ടണിൽ ശത്രുക്കളുടെ തടവുകാരനായി കഴിയുന്ന കോർലിസിന്റെ ജീവന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് വല്ലാത്തൊരു ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു. നഗരം ശത്രുക്കളിൽ നിന്നും മോചിപ്പിച്ച ശേഷം ഡയമണ്ട് തീർച്ചയായും കോർലിസിനെ രക്ഷിക്കുമെന്ന് റെനേറ പറഞ്ഞു. എന്നാൽ അത് കേട്ടമാത്രയിൽ ബായലായുടെ മുഖത്ത് നിരാശയും ദേഷ്യവും ഇരച്ചുകയറി. അവർ അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു. മാസങ്ങളായി അവർക്കിടയിൽ പുകയുകയായിരുന്ന കടുത്ത പക അവിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തന്റെ രാജ്ഞിയുടെ പിടിപ്പുകേടുകൊണ്ടാണ് കോർലിസിനെ ശത്രുക്കൾ പിടികൂടിയതെന്ന് ബെല കുറ്റപ്പെടുത്തി. ഒരു വ്യക്തി നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ അവരെ ആയുധമാക്കും, അല്ലാത്തപക്ഷം നിങ്ങൾ അവരെ ഉപേക്ഷിക്കും എന്ന് അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ബെല പറഞ്ഞു. ആ വാക്കുകൾ റെനേറയുടെ ഹൃദയത്തിൽ ഒരു അമ്പുപോലെയാണ് കൊണ്ടത്. തികഞ്ഞ അഹങ്കാരത്തോടെയുള്ള ഈ സംസാരം അതിരുവിടുകയാണെന്ന് കടുത്ത ദേഷ്യത്തോടെ റെനേറ പറഞ്ഞു. അതേസമയം ഉപ്പുകാറ്റ് അതിശക്തമായി വീശിയടിക്കുന്ന ഇരുണ്ട കടൽത്തീരത്ത് തിരമാലകളുടെ വലിയ ഇരമ്പലിനിടയിൽ ഏലിൻ കാത്തുനിൽക്കുകയായിരുന്നു. നഗരത്തിന് കാവലൊരുക്കാൻ വെലറിയന് സൈന്യത്തിന്റെ വരവും കാത്തുനിൽക്കുന്ന അയാളുടെ കണ്ണുകളിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ കോർലിസിനെ ഏതു വിധേനയും രക്ഷിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന സൈനികർക്കിടയിലേക്ക് വലിയൊരു ഇരുമ്പുതൂണുപോലെ ഉറച്ചുനിന്നുകൊണ്ട് ഏലിൻ കടന്നുവന്നു. താനാണ് കോർലിസിന്റെ യഥാർത്ഥ അവകാശിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരോടും ഉടൻ തന്നെ സീറ്റി വാച്ചിൽ ചേരാൻ അയാൾ കർശനമായി നിർദ്ദേശിച്ചു. പിന്നീട് തണുത്തുറഞ്ഞ തന്റെ വലിയ മുറിയുടെ ഏകാന്തതയിൽ മേശപ്പുറത്തിരിക്കുന്ന സ്വർണ്ണകിരീടത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കിനിൽക്കുകയായിരുന്നു റെനേറ. ആ നിശബ്ദതയെ തകർത്ത് വാതിൽ തുറന്ന് വളരെ പരിഭ്രാന്തിയോടെ അവളുടെ സഹായിയായ എലിൻഡാമാസി അവിടേക്ക് ഓടിവന്നു. ദിവസങ്ങളായി ഹെലന ഭക്ഷണം കഴിക്കുന്നില്ലെന്ന വാർത്ത വല്ലാത്തൊരു ഭയത്തോടെ അവൾ പറഞ്ഞു. ആലിസന്റ് നൽകിയ നേർത്ത വെള്ളം പോലെയുള്ള സൂപ്പ് മാത്രമായിരുന്നു അവൾക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ആ വാർത്ത കേട്ടിട്ടും റെനേറയുടെ തണുത്ത മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. തനിക്കിപ്പോൾ ഏലിനെ മാത്രമാണ് ആവശ്യമെന്ന് അവൾ വളരെ നിർവികാരമായി പറഞ്ഞു. ഇന്നു തന്നെ കിരീടം ധരിക്കാനായി തന്നെ ഗ്രാൻഡ് സെപ്റ്റിലേക്ക് കൊണ്ടുപോകേണ്ടത് അയാളാണ്. അധികാരത്തിന്റെ ഭാരം മുഴുവൻ ശിരസിലേറ്റാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ഒട്ടും ദയയില്ലാതെ മറ്റൊരു കടുത്ത തീരുമാനം കൂടി അവൾ എടുത്തു. തന്റെ ഏറ്റവും വിശ്വസ്തയായിരുന്ന അരികിൽ നിന്നിരുന്ന മൈസാരിയയെ ആ നിമിഷം തന്നെ അവളുടെ സ്ഥാനത്തുനിന്നും പുറത്താക്കിക്കൊണ്ട് റെനേറ പറഞ്ഞു. റെഡ് കീപ്പിന്റെ മങ്ങിയ വെളിച്ചമുള്ള ഇടനാഴികളിൽ വലിയൊരു ഭാരമുള്ള നിശബ്ദത തളംകെട്ടിനിന്നു. കൽച്ചുവരുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന കാൽവയ്പ്പുകളുമായി വന്ന എലിൻഡായുടെ കടുത്ത വാക്കുകൾ കേട്ടപ്പോൾ മൈസാരിയയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. കഴിഞ്ഞ രാത്രിയിലെ അവരുടെ അടുപ്പത്തിന്റെ ചൂട് മാറും മുമ്പേയുള്ള ഈ പുറത്താക്കൽ അവളുടെ നെഞ്ചിൽ വലിയൊരാഘാതമായി മാറി.
കാറ്റിൽ ഉലയുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിലെ നടുക്കം വ്യക്തമായിരുന്നു. തനിക്കെതിരെ തിരിയുന്ന ജനങ്ങളെ അടിച്ചമർത്താനും പൂർണ്ണമായും ഒരു ഭരണാധികാരിയാകാനും റനേറ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ക്രൂരനായ ഒരു കീഴടക്കലുകാരനായി മാറുന്ന ഡീമോണിന്റെ സ്വാധീനത്തിൽ താനൊരു തടസ്സമാണെന്നും അവൾക്ക് മനസ്സിലായി. വൈറ്റ് വർമിന് ഇനി അവിടെ യാതൊരു അധികാരവുമില്ലെന്ന തിരിച്ചറിവോടെ അവൾക്ക് ആ വലിയ കോട്ടയുടെ പടവുകൾ ഇറങ്ങേണ്ടിവന്നു. അതേസമയം തണുത്ത കാറ്റേറ്റ് പുറത്ത് സമയം ചിലവഴിച്ച ശേഷം കനത്ത കാൽവെപ്പുകളോടെ തന്റെ ഇരുണ്ട മുറിയിലേക്ക് തിരികെ നടക്കുകയായിരുന്നു ഹെലേന. പെട്ടെന്ന് ആ മുറ്റത്ത് അവളുടെ കാൽച്ചുവടുകൾ നിലച്ചു. കഴിഞ്ഞ ദിവസം താൻ കണ്ട ഭയപ്പെടുത്തുന്ന സ്വപ്നത്തിലെ അതേ കാഴ്ച അവളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽപ്പുണ്ടായിരുന്നു. ഒരു വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ കിങ്സ് ലാൻഡിംഗിൽ നിന്നും എന്നേക്കുമായി യാത്രയാകുന്ന മൈസാരിയയെ ആണ് അവൾ അവിടെ കണ്ടത്. അവർ പരസ്പരം കടന്നുപോകുമ്പോൾ ആ തണുത്ത അന്തരീക്ഷത്തിൽ കനത്ത ശ്വാസമെടുത്ത് മൈസാരിയയുടെ ശബ്ദമുയർന്നു. രാജ്ഞിയെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും ഏഗോൺ തിരിച്ചെത്തിയെന്നും അവന്റെ വലിയ ഡ്രാഗൺ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നും അവൾ ഹെലേനയോട് പറഞ്ഞു. മാത്രമല്ല അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് റനേറയുടെ ഒരു വിലപേശൽ വസ്തുവാണെന്നും അവൾ ഒരിക്കലും നിങ്ങളെ സ്വതന്ത്രരാക്കില്ലെന്നും മൈസരിയ വീണ്ടും പറഞ്ഞു. ആ നിമിഷം ഭയം കാരണം ഹെലേനയുടെ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെയായി. റനേറ ജയിച്ചാൽ താനും തന്റെ കുഞ്ഞും എന്നേക്കുമായി തടവിലാക്കപ്പെടുമെന്നും മറിച്ചു സംഭവിച്ചാൽ വീണ്ടും തന്റെ ക്രൂരനായ സഹോദരനൊപ്പം ജീവിക്കേണ്ടിവരുമെന്നും അവൾക്ക് ഉറപ്പായി. അധികം വൈകാതെ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് റനേറ ആ വലിയ മുറിയിലേക്ക് തിടുക്കത്തിൽ ഓടിവന്നു. തന്റെ സഹോദരി ഭക്ഷണം കഴിച്ചേ തീരൂ എന്ന് അവൾ വളരെ കർശനമായി പറഞ്ഞു. സ്നേഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഒട്ടും കരുണയില്ലാത്ത ഒരു ആയുധം പോലെയാണ് ആ സഹോദരി എന്ന വാക്ക് റനേറ ഉപയോഗിച്ചത്. ഹെലേനയുടെ വിറയ്ക്കുന്ന കൈകളിൽ നിന്നും ആ പഴയ തുണിക്കഷണം ബലമായി പിടിച്ചുവാങ്ങിക്കൊണ്ട് താൻ യാതൊരു ഉപദ്രവവും ചെയ്യില്ലെന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ തന്റെ തണുത്തുറഞ്ഞ കണ്ണുകളാൽ ജീവിക്കുക എന്നു പറഞ്ഞാൽ വെറുതെ മരിക്കാതിരിക്കുക എന്നത് മാത്രമാണോ എന്ന് ഹെലേന ചോദിച്ചു. തുടർന്ന് തണുത്തുറഞ്ഞ ആ വലിയ മുറിയുടെ ചുമരുകളെപ്പോലും ഭയപ്പെടുത്തുന്ന സ്വരത്തിൽ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് നമ്മുടെ പിതാവ് നിങ്ങളെ വല്ലാതെ വെറുക്കുമായിരുന്നു എന്ന് വളരെ ശാന്തമായി അവൾ പറഞ്ഞു. മുറിയിലെ ഭാരമേറിയ നിശബ്ദതയിൽ റനേറയുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. കൈയിലുള്ള തുന്നൽ പണിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കിങ്സ് ലാൻഡിംഗിൽ വേനൽക്കാലത്ത് മാത്രം പുറത്തുവരുന്ന അതിമനോഹരമായ ഒരു വണ്ടിനെക്കുറിച്ച് അവൾ വളരെ ശാന്തമായി പറഞ്ഞു. ജീവിതത്തിലെ ചെറിയ സൗന്ദര്യങ്ങളെ അവൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും എന്നാൽ അധികാരത്തിൽ മാത്രം കണ്ണുനട്ടിരിക്കുന്ന റനേറയുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം സ്വാർത്ഥമാണെന്നും ആ വാക്കുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിലമതിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിരൂപമാണ് എന്ന് തുന്നൽ തുടർന്നുകൊണ്ട് ഹെലന പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട റനേറയുടെ കണ്ണുകളിൽ കൊടുങ്കോപം ഇരച്ചുകയറി. അവളുടെ കൽപ്പന കേട്ടമാത്രയിൽ പുറത്തുനിന്നിരുന്ന കാവൽക്കാർ ആ വലിയ കൽവാതിൽ തള്ളിത്തുറന്ന് അവിടേക്ക് തിടുക്കത്തിൽ ഓടിവന്നു. യാതൊരു ദയയുമില്ലാതെ അവർ ഹെലേനയെ ബലമായി പിടിച്ചുവെച്ച് മൃഗീയമായി ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങി. കിങ്സ് ലാൻഡിംഗിൽ തുടർന്നാൽ അവളെ കാത്തിരിക്കുന്നത് എത്രത്തോളം ഭയാനകമായ ഒരു ജീവിതമാണെന്ന് ആ കാഴ്ച വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഏഗോണിനു വേണ്ടി ഒരു അവകാശിയെ പ്രസവിക്കാനും ശത്രുക്കൾക്കെതിരെയുള്ള ഒരു മനുഷ്യകവചമായി മാറാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു മൃഗത്തെപ്പോലെ ബലമായി ഭക്ഷണം നൽകി വളർത്തുന്ന ഒരു വെറും കളിപ്പാവ മാത്രമായി അവൾ മാറും. അതേസമയം പുറത്ത് വിശാലമായ കോട്ടമുറ്റത്തെ ചൂടുള്ള കാറ്റിൽ പൊടിപടലങ്ങൾ പറന്നുയരുന്നുണ്ടായിരുന്നു. കുതിരകളുടെ കുളമ്പടികളും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങളും പ്രതിധ്വനിക്കുന്ന ആ വലിയ കൽത്തറയിൽ റനേറയെ ഗ്രേറ്റ് സെപ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഏലിൻ. പെട്ടെന്ന് അയാളുടെ സഹോദരൻ വല്ലാത്തൊരു പരിഭ്രാന്തിയോടെ അയാളുടെ അടുത്തേക്ക് ഓടിവന്നു. നമ്മൾ ടംബിൾട്ടണിലേക്ക് പോകുന്നുണ്ടോ എന്ന് ആഡം ചോദിച്ചു. ആ ചോദ്യത്തിനപ്പുറം തന്റെ സഹോദരനിൽ വന്ന മാറ്റമായിരുന്നു അവനെ വല്ലാതെ അലട്ടിയിരുന്നത്. ഇതുവരെ വളരെ ശാന്തവും യുക്തിസഹജവുമായി ചിന്തിച്ചിരുന്ന ഏലിൻ ഇപ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കായി പൂർണ്ണമായും റനേറയുടെ കടുത്ത അനുയായിയായി മാറിയത് അഡാമിന് വിശ്വസിക്കാനായില്ല. അധികാരത്തോടുള്ള അത്യാർത്തി അയാളുടെ കണ്ണുകളിൽ ഒരു ഇരുണ്ട നിഴൽ വീഴ്ത്തിയിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്റെ സഹോദരന്റെ മനസ്സിൽ വന്ന ഈ വലിയ മാറ്റം ആ വലിയ കോട്ടയുടെ നിഴലിൽ നിൽക്കുമ്പോൾ അഡാമിന്റെ ഉള്ളിൽ ഒരു വലിയ ഭയമായി മാറിത്തുടങ്ങിയിരുന്നു. നഗരത്തിനു മുകളിൽ കറുത്ത മേഘങ്ങൾ വലിയ രൂപങ്ങളിൽ ഉരുണ്ടുകൂടി. റെഡ് കീപ്പിന്റെ ഭാരമേറിയ ഇരുമ്പുവാതിലുകൾ അതിഭയങ്കരമായ ശബ്ദത്തോടെ തുറക്കപ്പെട്ടപ്പോൾ പൂർണ്ണമായും തന്റെ കനത്ത ഡ്രാഗൺ കവചം ധരിച്ച് വളരെ രാജകീയ ഗാംഭീര്യത്തോടെ റനേറ പുറത്തേക്ക് വന്നു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ തന്റെ മകനായ ജോഫ്രിയോടൊപ്പം ആ വലിയ പല്ലക്കിലേക്ക് കയറി. നാളുകളായി സ്വന്തം മകനായ ജോഫ്രിയോട് സംസാരിക്കാൻ പോലും വല്ലാതെ ഭയപ്പെട്ടിരുന്ന അവൾ ഇപ്പോൾ അവനൊപ്പം ഒരേ പല്ലക്കിൽ യാത്ര ചെയ്യുന്നത് ആ തണുത്ത അന്തരീക്ഷത്തിൽ വലിയൊരു നിശബ്ദതയുണ്ടാക്കി. ഹരൻഹാളിന്റെ ശപിക്കപ്പെട്ട വലിയ കോട്ടയുടെ ഭിത്തികൾക്കിടയിലൂടെ അസ്ഥികളെ മരവിപ്പിക്കുന്ന തണുത്ത കാറ്റ് വലിയ ശബ്ദത്തോടെ വീശിയടിക്കുന്നുണ്ടായിരുന്നു. ആ ഭയാനകമായ നിശബ്ദതയിൽ വിയർപ്പിൽ കുളിച്ച് കിടക്കയിൽ കിടക്കുകയായിരുന്ന ഈമോണ്ടിന്റെ വലിയ ശ്വാസനിശ്വാസങ്ങൾ ആ വലിയ മുറിയിൽ പ്രതിധ്വനിച്ചു. കഴിഞ്ഞ ദിവസം ആലിസന്റ് നൽകിയ വിഷത്തിന്റെ ഫലവും
തന്റെ ഉള്ളിലെ കടുത്ത കുറ്റബോധവും കാരണം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്ന അവൻ ആ മങ്ങിയ വെളിച്ചത്തിൽ വളരെ അസ്വസ്ഥയായ മുഖഭാവത്തോടെ തന്നെ ശുശ്രൂഷിക്കാനായി അരികിലിരിക്കുന്ന ആലിസ് റിവേഴ്സിനെ അവൻ കണ്ടു. തങ്ങൾ ഇരുവരും ഈ ലോകത്ത് തികച്ചും ഒറ്റപ്പെട്ടവരാണെന്നും എന്നാൽ ഇനിമുതൽ അങ്ങനെ അനാഥയായി ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും വളരെ ശാന്തമായ ശബ്ദത്തിലെങ്കിലും വലിയൊരു ഭാരത്തോടെ ആലിസ് റിവേഴ്സ് പറഞ്ഞു. എന്നാൽ അവളുടെ ഈ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ ഭയം തളം കെട്ടി നിൽക്കുന്ന കണ്ണുകളോടെ അവൻ അവളെ തുറിച്ചുനോക്കി. ഏഗോണിനെ ഇല്ലാതാക്കിയ കൊടുമ്പാതകത്തിന്റെ വലിയൊരു ഭാരം ഒരു കരിമ്പടം പോലെ അവനെ മൂടിയിരുന്നു. താൻ സ്വന്തം രക്തത്തെ കൊന്നവനാണെന്നും ഈ ലോകത്ത് ഏറ്റവും വലിയ പാതകം ചെയ്ത താൻ ഈ ഇരുട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെടേണ്ടവനാണെന്നും വലിയൊരു നെടുവീർപ്പോടെ തണുത്ത സ്വരത്തിൽ അവൻ അവളോട് പറഞ്ഞു. തന്റെ ഉള്ളിലെ വലിയ കുറ്റബോധത്തിൽ നിന്നും ഒളിച്ചോടാൻ എങ്ങോട്ടെങ്കിലും ഓടിമറയണം എന്ന് അവന് തോന്നി. അവന്റെ ഭാരമേറിയ വാക്കുകൾ കേട്ട് ആ മുറിയിലെ വലിയ നിശബ്ദത ഒന്നുകൂടി കനത്തു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തന്റെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ച് അവൾ പറയാൻ തുടങ്ങി. തന്റെ ഭർത്താവായ ഹാറന്റെ മുൻപിൽ വെച്ച് ബാലീരിയൻ എന്ന കൂറ്റൻ ഡ്രാഗൺ ഈ കോട്ടയെ മുഴുവൻ വലിയ തീജ്വാലകളാൽ ചുട്ടരിച്ച ആ പഴയകാലം അവളുടെ കണ്ണുകളിൽ ഒരു പേടിസ്വപ്നമായി വീണ്ടും തെളിഞ്ഞുവന്നു. ആ കൊടുന്തീയിൽ തന്റെ ജീവനായ മകന്റെ ശരീരം മുഴുവൻ ഉരുകിയൊലിച്ചപ്പോൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായി ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ പലയിടത്തേക്കും ഓടി. പ്രഗത്ഭരായ വൈദ്യന്മാരെ മുഴുവൻ വിളിച്ചുവരുത്തിയിട്ടും യാതൊരു ഫലവുമില്ലാതെ വന്നപ്പോൾ കൊടുംകാട്ടിലെ ദുർമന്ത്രവാദികളെയും ഇരുണ്ട ശക്തികളെയും അവൾ ആശ്രയിച്ചു. എന്നാൽ ഒരു ഡ്രാഗണിന്റെ തീജ്വാലകളുണ്ടാക്കിയ കടുത്ത മുറിവുകൾ ഉണക്കാൻ ഈ ലോകത്തെ ഒരു മരുന്നിനും കഴിയില്ലെന്ന് അവൾ വളരെ വൈകി തിരിച്ചറിഞ്ഞു. ഒടുവിൽ കൺമുന്നിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട മകൻ പിടഞ്ഞു മരിച്ചപ്പോൾ ആ കടുത്ത വേദന സഹിക്കാൻ കഴിയാതെ സ്വയം ജീവനൊടുക്കാൻ അവൾ ശ്രമിച്ചു. എന്നാൽ അവിടെ വെച്ചാണ് താൻ എന്നേക്കുമായി ശപിക്കപ്പെട്ടവളാണെന്ന് അവൾ മനസ്സിലാക്കിയത്. റിവർലാൻഡ്സിൽ നിന്നും ഒരിക്കലും പുറത്തുപോകാൻ കഴിയാത്ത വിധം തന്റെ പേരും പദവിയും നഷ്ടപ്പെട്ട് ഈ ഹരൻഹാളിൽ ഭരണത്തിൽ വരുന്ന ഏതൊരു പ്രഭുവിനെയും ജീവിതാവസാനം വരെ സേവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വലിയ ശാപം അവൾക്ക് ലഭിച്ചു. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ മരണം വരിച്ച ഹെലേനയ്ക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു ശാന്തി തനിക്കൊരിക്കലും കിട്ടില്ലെന്ന് ആ തണുത്ത കൽച്ചുമരുകളിലേക്ക് ശൂന്യമായി നോക്കിക്കൊണ്ട് വലിയ കണ്ണീരോടെ അവൾ പറഞ്ഞു. ഹരൻഹാളിന്റെ ആ ഇരുണ്ട മുറിയിലെ തണുത്ത കാറ്റിൽ ആലിസിന്റെ സങ്കടം നിറഞ്ഞ വാക്കുകൾ അലിഞ്ഞുചേർന്നു. അവളുടെ കണ്ണുകളിലെ ആഴത്തിലുള്ള വേദന കണ്ടപ്പോൾ ഇത്രയും കാലം താൻ ആഗ്രഹിച്ചിരുന്ന നഷ്ടപ്പെട്ട മാതൃസ്നേഹം അവളിൽ കണ്ടെത്തിയതുപോലെ ഈമോണ്ടിനു തോന്നി. യാതൊരു മടിയുമില്ലാതെ അവൻ അവളുടെ തണുത്ത മുഖത്തേക്ക് ചേർന്നുനിന്ന് ചുണ്ടുകളിൽ ചുംബിച്ചു. തനിക്ക് നഷ്ടപ്പെട്ട മകനെ അവളും തന്നെ സ്നേഹിക്കാൻ ഒരാളെ അവനും ആ വലിയ ഇരുട്ടിൽ കണ്ടെത്തിയതുപോലെയായിരുന്നു അത്. ടംബിൾട്ടന്റെ ഇടുങ്ങിയ തെരുവുകളിലൂടെ വലിയൊരു യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഭയപ്പെടുത്തുന്ന രൂപങ്ങളിൽ ഉരുണ്ടുകൂടുകയായിരുന്നു. തന്റെ കനത്ത ഇരുമ്പുകവചം ധരിച്ചുകൊണ്ട് അതിവിശാലമായ ആ കൽത്തറയിൽ ഓർമുണ്ടും വളരെ അഭിമാനത്തോടെ നിന്നു. അവന്റെ കല്ലുകൾ പോലെയുള്ള കണ്ണുകളിൽ അധികാരത്തിന്റെ കൊതി തിളങ്ങുന്നുണ്ടായിരുന്നു. തങ്ങൾക്കു ചുറ്റുമുള്ള ഈ വലിയ സൈന്യം മുഴുവൻ നിനക്കുള്ളതാണെന്ന് വളരെ ശാന്തമായ ശബ്ദത്തിൽ അവൻ ഡേറോണിനോട് പറഞ്ഞു. തുടർന്ന് ആ തണുത്ത കൽത്തറയിൽ ഡേറോണിനെ മുട്ടുകുത്തിച്ചു. തന്റെ വാളൂരിയെടുത്ത് അവനെ ഒരു യഥാർത്ഥ പോരാളിയായി പ്രഖ്യാപിക്കുമ്പോൾ ആ വലിയ നഗരത്തിന്റെ എല്ലാ കോണുകളിലും യുദ്ധത്തിനായുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. ആ നിമിഷം ഡേറോണിന്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. തന്റെ ഉള്ളിലെ ചെറുപ്പക്കാരനായ ടാർഗറിയൻ ജനങ്ങളെയും സൈനികരെയും സംരക്ഷിക്കണമെന്ന വലിയൊരു കടമ പൂർണ്ണമായും നെഞ്ചിലേറ്റി. ഓർമുണ്ടിന്റെ ചിന്തകൾ തെറ്റാണെന്നറിയാമായിരുന്നിട്ടും ആ കനത്ത നിശബ്ദതയിൽ തന്റെ ഉത്തരവാദിത്തം അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ സമയത്ത് നഗരത്തിനു പുറത്ത് ഉൾഫിന്റെ വലിയ ഡ്രാഗൺ വിശ്രമിക്കുമ്പോൾ ആർക്കും കണ്ടെത്താനാകാത്ത വിധം ഒരു ഇരുണ്ട മദ്യശാലയിലെ പുക നിറഞ്ഞ വെളിച്ചത്തിൽ ഉൾഫും ഉച്ചത്തിൽ അലറുകയായിരുന്നു. ടാർഗറിയന്മാരെക്കുറിച്ച് വളരെ പരിഹാസത്തോടെ സംസാരിച്ച അവൻ ഓർമുണ്ടിന്റെ രഹസ്യതന്ത്രങ്ങൾ മുഴുവൻ അവിടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞു. ഒട്ടും ചിന്തയില്ലാതെ റെനേറയ്ക്കെതിരെ കടുത്ത ദേഷ്യത്തോടെ അവൻ സംസാരിക്കുകയും ഇടയ്ക്ക് ആ മങ്ങിയ വെളിച്ചത്തിലൂടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് വേഗത്തിൽ ഓടിയെടുക്കുകയും ചെയ്തു. അതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തുകൂടി തണുത്ത കാറ്റിനെ വകഞ്ഞുമാറ്റി പതുക്കെ നീങ്ങുന്ന ഒരു കുതിരവണ്ടിയിൽ ആരും കാണാതിരിക്കാൻ തലയിലെ ഇരുണ്ട തുണി മുഖത്തേക്ക് താഴ്ത്തിയിട്ട് മൈസാരിയേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. പല്ലക്കിനു ചുറ്റും സായുധരായ കാവൽക്കാരുടെ ഭാരമേറിയ കാൽവയ്പുകൾ മാറ്റൊലിക്കൊള്ളുന്നതിനിടയിൽ നഗരത്തിലെ ആൾക്കൂട്ടത്തിന്റെ ബഹളവും ആശയക്കുഴപ്പവും മുതലെടുത്ത് ആ ഇരുണ്ട തെരുവുകളിലൂടെ കാറ്റിന്റെ വേഗത്തിൽ മൈസരിയേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. പല്ലക്കിനുള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ റെനേറയുടെ കണ്ണുകളിലെ കടുത്ത മേക്കപ്പ് കൂടുതൽ ഭയപ്പെടുത്തുന്നതായി തോന്നി. കൽച്ചുവരുകളിൽ തന്നെ അപമാനിച്ചുകൊണ്ട് കോറിയിട്ടിരിക്കുന്ന വലിയ വാചകങ്ങൾ കണ്ടപ്പോൾ റെനേറയുടെ കണ്ണുകളിൽ നേരിയൊരു കോപം തിളങ്ങി. തണുത്ത ശ്വാസമെടുത്ത് യാതൊരു വികാരവുമില്ലാതെ വിസരീസിൽ നിന്നും തനിക്ക് ലഭിച്ച ആ വലിയ രഹസ്യമായ പ്രവചനം അവൾ വളരെ പതുക്കെ ജോഫ്രിയോട് പറഞ്ഞു. അതേസമയം ടംബിൾട്ടന്റെ അതിവിശാലമായ വലിയ കൽമതിലുകൾക്ക് മുകളിൽ ശ്വാസമുട്ടിക്കുന്ന ഒരു ഭയം കാറ്റുപോലെ വീശിയടിക്കുന്നുണ്ടായിരുന്നു. ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഡേറോണും ഗ്വെയിനും കണ്ടത് വിന്റർവൂൾസിന്റെയും ഓസ്കർ ടള്ളിയുടെയും വലിയ സൈന്യം അണിനിരക്കുന്ന ഭയാനകമായ കാഴ്ചയായിരുന്നു. ഇത് കണ്ട് ഗ്വെയിനിന്റെ കണ്ണുകളിൽ വലിയൊരു നിരാശയും ഭയവും നിഴലിച്ചു. എന്നാൽ അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തുകൊണ്ട് ഓർമുണ്ടിന്റെ കടുത്ത ക്രൂരത അവിടെ അരങ്ങേറി. കൽമതിലിനു മുൻപിൽ നിരപരാധികളായ ചെറിയ കുട്ടികളെ അവൻ നിരയായി നിർത്തി. ശത്രുക്കളുടെ ഡ്രാഗൺ വന്ന് തീ തുപ്പിയാൽ ആദ്യം വെന്തുമരിക്കുന്നത് ഈ കുരുന്നുകളായിരിക്കുമെന്ന സത്യം എല്ലാവരുടെയും ഉള്ളിൽ വലിയൊരു ഭയം സൃഷ്ടിച്ചു.
ഒരിക്കലും താനൊരു കുരുതികാരിയാണെന്ന പേര് കേൾക്കാൻ റെനേറ ആഗ്രഹിക്കില്ല എന്നായിരുന്നു ഓർമണ്ടിന്റെ ക്രൂരമായ കണക്കുകൂട്ടൽ. എന്നാൽ അൽഫിനെ കാണാത്തത് കാരണം ദേഷ്യത്താൽ വിറച്ച ഓർമണ്ടും തന്റെ വിശ്വസ്തനായ ജോൺ റോക്സ്റ്റണിനോട് അവനെ ഉടൻ കണ്ടുപിടിക്കാൻ കർശനമായി നിർദ്ദേശിക്കുകയും അയാൾ തിടുക്കത്തിൽ അവിടേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഭയന്ന് വിറച്ചു നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടത്തോടെ തന്റെ സൈനികർക്കായി പോരാടാൻ ഡെയറോണും തീരുമാനിച്ചെങ്കിലും സ്വന്തം ജീവൻ വെറുതെ കളയരുതെന്ന് ഗ്വെയ്നും അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ ഭാരമേറിയ നിശബ്ദതയിൽ ആകാശത്ത് വലിയൊരു കാർമേഘം പോലെ കാരാക്സസിന്റെ പുറത്ത് ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഡീമോണിന്റെ വരവ് അവർ കണ്ടു. അതോടെ മറ്റു വഴികളില്ലാതെ ഗ്വെയ്നും ശത്രുക്കളുടെ തടവിലുള്ള കോർലിസിന്റെ അടുത്തേക്ക് നടന്നു. ഈ യുദ്ധത്തിൽ തങ്ങൾക്കൊപ്പം ചേർന്ന് ഡെയറോണിനൊപ്പം നിൽക്കാൻ അവൻ കോർലിസിനോട് വലിയൊരു വാഗ്ദാനത്തോടെ പറഞ്ഞു. എന്നാൽ തന്റെ അഭിമാനത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കോർലിസും അത് വിസമ്മതിച്ചു. അതോടെ ആ തണുത്ത ഇരുണ്ട കാറ്റിൽ അവർക്ക് തങ്ങളുടെ അവസാനത്തെ നീക്കത്തിനായി ഒരുങ്ങേണ്ടി വന്നു. വലിയ ഇരുമ്പുചങ്ങലകളുടെ കിലുക്കം ആ തണുത്ത കാറ്റിൽ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദമുണ്ടാക്കി. ഗ്വെയ്നിന്റെ പിന്നിലായി വലിയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കനത്ത ശ്വാസമെടുത്ത് ഒട്ടും പ്രതീക്ഷയില്ലാതെ കോർലിസും നടന്നുവരുന്നുണ്ടായിരുന്നു. അവർക്കരികിലെത്തിയതും ഡെയറോൺ ടാർഗറിയന്റെ നിർദ്ദേശപ്രകാരം സമാധാനത്തിനായുള്ളൊരു വലിയ ഒത്തുതീർപ്പിന് താൻ തയ്യാറാണെന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഗ്വെയ്ൻ പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾക്ക് ചെവികൊടുക്കാതെ ഡേമൺ അവനെ തുറച്ചുനോക്കി. ഓൾഡ് ടൗൺ ഒഴികെ മറ്റെല്ലായിടത്തും റെനേറയ്ക്ക് ഭരിക്കാമെന്നും അവിടെ ഡെയറോൺ രാജാവാകുമെന്നും ഗ്വെയ്ൻ പറഞ്ഞു. അത്ഭുതമെന്നോണം ആ വലിയ ചങ്ങലകളുടെ ഭാരം പേറിക്കൊണ്ട് കോർലിസും ഈ തീരുമാനത്തെ പൂർണ്ണമായും അനുകൂലിച്ചു. സ്ത്രീകൾ ഭരിക്കുന്നതിനെ എതിർക്കുന്നവർ ഉള്ളതുകൊണ്ട് ഡെയറോണിന് ഓൾഡ് ടൗൺ നൽകി അവനെ സൗത്തിന്റെ കാവൽക്കാരനാക്കാമെന്നും അവൻ റെയ്നായെ വിവാഹം കഴിച്ചാൽ ടീം ബ്ലാക്കും ടീം ഗ്രീനും തമ്മിലുള്ള വലിയ ശത്രുത അവസാനിക്കുമെന്നും കോർലിസ് പറഞ്ഞു. എന്നാൽ ഏഗോൺ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന സത്യം അറിഞ്ഞപ്പോൾ ഗ്വെയ്നിന്റെ കണ്ണുകളിൽ വലിയൊരു നടുക്കമുണ്ടായി. ആ ഭാരമേറിയ നിശബ്ദതയിൽ ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ വലിയൊരു രക്തച്ചൊരിച്ചിലെന്ന് വളരെ ശാന്തമായി കോർലിസ് പറഞ്ഞു. എന്നാൽ മാസങ്ങളായി യുദ്ധത്തിനായി കാത്തിരിക്കുന്ന ഡേമോണിന്റെ ഉള്ളിലെ രക്തദാഹം അവിടെ പൊട്ടിത്തെറിച്ചു. കാറ്റിന്റെ വേഗത്തിൽ ഗ്വെയ്നിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ അതിശക്തിയായി പിടിച്ചു ഞെരിച്ചു. ഈ ലോകത്ത് റെനേറ അല്ലാതെ മറ്റാരും ഭരിക്കില്ലെന്ന് കടുത്ത ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ ഗ്വെയ്നിനെ തിരികെ നഗരത്തിലേക്ക് തന്നെ പറഞ്ഞയച്ചുകൊണ്ട് ചങ്ങലകളാൽ ബന്ധിതനായ കോർലിസിനെ തന്റെ സ്വന്തം തടവുകാരനായി അവൻ അവിടെ നിലനിർത്തി. വീണ്ടും ആ വലിയ കിടക്കയിലെ മരവിപ്പിക്കുന്ന തണുപ്പിലേക്ക് മടങ്ങിപ്പോയി ഉറങ്ങാൻ ശ്രമിച്ച അവന്റെ കാതുകളിൽ പെട്ടെന്ന് വലിയൊരു ശബ്ദം മുഴങ്ങി. കോട്ടയുടെ പുറത്ത് ആകാശത്തുനിന്നും വലിയൊരു ഡ്രാഗൺ ചിറകടിച്ചു താഴേക്കിറങ്ങുന്ന ശബ്ദം ആ കൽച്ചുമരുകളെ മുഴുവൻ വിറപ്പിച്ചു. ആ ഇരുളിൽ നിന്നും വലിയൊരു നിഴൽ രൂപം മുന്നോട്ട് വന്നപ്പോൾ അവന്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. സൺഫയർ എന്ന വലിയ ഡ്രാഗണിന്റെ പുറത്തുനിന്നും വളരെ പ്രയാസപ്പെട്ട് താഴേക്കിറങ്ങി കാലുകൾ വലിച്ചുവെച്ച് തന്റെ അടുത്തേക്ക് വരുന്ന ഏഗണിനെ അവൻ വലിയ നടുക്കത്തോടെ കണ്ടു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവൻ ഈമോണ്ടിന്റെ മുഖത്ത് അതിശക്തിയായി അടിച്ചു. ഞാനിപ്പോഴും ജീവനോടെയുണ്ട് എന്ന് ഒരു വല്ലാത്ത ചിരിയോടെ അവൻ ഉറക്കെ പറഞ്ഞു. തന്നെ ചതിച്ച സ്വന്തം സഹോദരനെ അവിടെ വെച്ചുതന്നെ കൊന്നുതള്ളാൻ ഉറപ്പിച്ചായിരുന്നു അവൻ വന്നിരുന്നത്. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ വലിയ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് വളരെ ശാന്തനായി ഈമോണ്ട് അവന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. താൻ ചെയ്ത പാതകങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണമായ മാപ്പിരന്ന് തനിക്കുള്ള ശിക്ഷയായ മരണം സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. ആ ഭാരമേറിയ നിശബ്ദതയെ തകർത്ത് വാതിൽ തുറന്ന് ആലീസ് അവിടേക്ക് തിടുക്കത്തിൽ ഓടിവന്നു. തീർത്തും അപരിചിതയായ അവളെ കണ്ട് ഇത് ആരാണെന്ന് നെറ്റിച്ചുളിച്ചുകൊണ്ട് ഏഗോൺ ചോദിച്ചു. ഇതെന്റെ പ്രതിശ്രുത വധുവാണെന്ന് വളരെ ശാന്തമായി ഏമോണ്ട് പറഞ്ഞു. ഏഗോണിന് അതൊരു വല്ലാത്ത അറപ്പാണുണ്ടാക്കിയത്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തന്റെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങി. ആദ്യം നമുക്ക് വാഗറിനെ കണ്ടെത്തണമെന്നും അതിനുശേഷം ഡയറോണിനെയും ഓർമുണ്ടിനെയും പാഠം പഠിപ്പിച്ചിട്ട് വലിയൊരു സൈന്യവുമായി കിങ്സ് ലാൻഡിംഗിലേക്ക് പോയി അവിടെയുള്ള റെനേറയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെയുള്ള ആ വാക്കുകൾ ആ വലിയ മുറിയിലെ ഇരുട്ടിൽ പ്രതിധ്വനിച്ചു. പല്ലക്ക് വന്നു നിന്നത് അതിവിശാലമായ ഗ്രേറ്റ് സെപ്റ്റിന്റെ വലിയ കൽമുറ്റത്തായിരുന്നു.
കാൽവയ്പ്പുകളുടെ കനത്ത ശബ്ദത്തോടെ തന്റെ കൂറ്റൻ സൈന്യത്തോടൊപ്പം ആ വലിയ കൽവാതിലുകൾ അതിശക്തിയായി തള്ളിത്തുറന്ന് റെനേറ അകത്തേക്ക് പ്രവേശിച്ചു. പുകയുന്ന കുന്തിരിക്കത്തിന്റെ മണമുള്ള ആ വലിയ ഇരുണ്ട ഹാളിൽ തന്നെ രാജ്ഞിയായി അഭിഷേകം ചെയ്യണമെന്ന് അതിശക്തമായ ശബ്ദത്തിൽ അവൾ ഹൈസെപ്റ്റനോട് പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ കേട്ട് ഒട്ടും ഭയമില്ലാതെ യഥാർത്ഥ ഭരണാധികാരിയായി തങ്ങൾ ഏഗോണിനെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അയാൾ വളരെ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ മാത്രമാണ് യഥാർത്ഥ രാജ്ഞിയെന്ന് കല്ലുകൾ പോലെയുള്ള തണുത്ത കണ്ണുകളോടെ റെനേറയ്ക്ക് പറയേണ്ടി വന്നു. അയാൾ വീണ്ടും വിസമ്മതിച്ചപ്പോൾ കടുത്ത ദേഷ്യത്തോടെ തന്റെ വാളൂരിപ്പിടിച്ച് അയാളെ ഇല്ലാതാക്കാനായി തിടുക്കത്തിൽ ആലിനിന് അവിടേക്ക് ഓടിച്ചെല്ലേണ്ടി വന്നു. എന്നാൽ തന്റെ ആത്മാവ് എന്നേക്കുമായി നരകത്തിൽ എരിയുമെന്ന് പറഞ്ഞ് ഭയത്തോടെ അയാൾ ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ ഏലിനിന്റെ കൈകൾ ഒരു നിമിഷം വല്ലാതെ വിറച്ചുപോയി. ആ ഭാരമേറിയ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് നിങ്ങൾ ഓൾഡ് വാലീറിയയുടെ ധീരമായ ചോരയാണെന്ന് റെനേറയ്ക്ക് അയാളോട് പറയേണ്ടി വന്നു. ആ വാക്കുകൾ അയാളുടെ ഉള്ളിലെ ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും മതത്തിനെതിരെയുള്ള വലിയൊരു യുദ്ധപ്രഖ്യാപനം പോലെ ഏലിന്റെ മൂർച്ചയേറിയ വാൾ ഹൈസെപ്റ്റനിന്റെ നെഞ്ചിലേക്ക് വളരെ ആഴത്തിലിറങ്ങുകയും ചെയ്തു. കൽത്തറയിൽ പടർന്ന ചോരയിലേക്ക് നോക്കി താൻ ചെയ്ത കൊടുമ്പാതകത്തിന്റെ ആഘാതത്തിൽ നെഞ്ചിടിപ്പോടെ ഏലിൻ തറഞ്ഞു നിൽക്കുമ്പോൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ വലിയ ഇരുമ്പുവാതിലുകൾ അതിശക്തിയായി തള്ളിത്തുറന്ന് ജനക്കൂട്ടത്തിനു മുന്നിലേക്ക് റെനേറ നടന്നുവന്നു. വിശപ്പും ഭയവും കാരണം പരിഭ്രാന്തിയോടെ തടിച്ചുകൂടിയ ആ വലിയ ജനക്കൂട്ടത്തെ നോക്കി വളരെ ശാന്തമായി അവൾ സംസാരിച്ചു തുടങ്ങി. തന്റെ പിതാവായ വിസിരീസും മറ്റ് പ്രഭുക്കന്മാരും തനിക്ക് നൽകിയ പൂർണ്ണമായ അധികാരത്തെക്കുറിച്ച് അവൾ അവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ പെട്ടെന്ന് അവളുടെ കണ്ണുകളിലെ ഭാവം മാറി ശബ്ദം കൂടുതൽ ഗാംഭീര്യമുള്ളതായി. ഇരുണ്ട ചരിത്രമായ ഓൾഡ് വലീരിയയുടെ തകർച്ചയെക്കുറിച്ചും നൂറ്റാണ്ടുകളായി കൈമാറി വന്ന സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന വലിയ പ്രവചനത്തെക്കുറിച്ചും അവൾ സംസാരിക്കാൻ തുടങ്ങി. തന്റെ മകനായ ജോഫ്രിയുടെ അവകാശങ്ങളെല്ലാം സ്വന്തം പേരിലേക്ക് മാറ്റിക്കൊണ്ട് അധികാരത്തിന്റെ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു അവൾ. വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെക്കുറിച്ചും ഇരുളിൽ മറഞ്ഞിരിക്കുന്ന വൈറ്റ് വോക്കസിനെക്കുറിച്ചും അവൾ ഉറക്കെ സംസാരിച്ചപ്പോൾ താൻ മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ ജനിച്ച ആ വലിയ വാഗ്ദാനമെന്ന ആൾക്കൂട്ടത്തോട് അവൾ ഉറക്കെ പറഞ്ഞു. 100 വർഷങ്ങൾക്കുശേഷം വരാനിരിക്കുന്ന ജോൺ സ്നോയുടെ യഥാർത്ഥ ചരിത്രമറിയാതെ അവൾ സ്വന്തം നാശത്തിലേക്കുള്ള വലിയൊരു കുഴി തോണ്ടുകയായിരുന്നു എന്ന് ആ ഭാരമേറിയ കാറ്റിനു മാത്രമേ അറിയാമായിരുന്നുള്ളൂ. കിരീടത്തിന്റെ മത്തുപിടിച്ച അവൾക്ക് താൻ മാത്രമാണ് എല്ലാവരുടെയും രക്ഷകയെന്ന അന്ധമായ വിശ്വാസം വല്ലാതെ കൂടിയിരുന്നു. അതേസമയം കാറ്റിൽ പാറുന്ന തന്റെ ഇരുണ്ട വസ്ത്രങ്ങളുമായി ഡേമൺ തന്റെ സൈന്യത്തിനു മുൻപിൽ വലിയൊരു പാറ പോലെ ഉറച്ചുനിന്നു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ അവൻ വളരെ പതുക്കെ എന്നാൽ ആഴത്തിലുള്ള ശബ്ദത്തിൽ വിവരിക്കാൻ തുടങ്ങി. ഉൾഫിന്റെ സഹായം ഈ യുദ്ധത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് അവൻ അവരെ ഓർമ്മിപ്പിച്ചു. എങ്കിലും ഈ രാജ്യം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കുകയാണെന്നും നിരപരാധികളായ ജനങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ലെന്നും അവൻ വളരെ കർശനമായി പറഞ്ഞു. രാജ്ഞിയുടെ ധാർമ്മികത എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നവൻ പറഞ്ഞത് ആ ഭാരമേറിയ നിശബ്ദതയിൽ ഒരു വലിയ മാറ്റൊലിയായി മാറി. എന്നാൽ പെട്ടെന്നാണ് ശത്രുക്കളുടെ കൽമതിലുകൾക്ക് മുകളിൽ നിരപരാധികളായ ചെറിയ കുട്ടികളെയാണ് കാവൽ നിർത്തിയിരിക്കുന്നത് എന്ന ഭയാനകമായ വാർത്ത അവർ അറിയുന്നത്. ഡ്രാഗൺകളെ ഉപയോഗിച്ച് മതിലുകൾ ചുട്ടിരിക്കുന്നതിനു പകരം തങ്ങളുടെ ധീരരായ വിന്റർവൂൾസിന്റെ സൈന്യത്തെ ആ വലിയ മതിലുകൾക്ക് മുകളിലൂടെ അയക്കാൻ അവർ ഉടൻ തന്നെ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് പിന്നാലെ യുദ്ധത്തിന്റെ ഭയാനകമായ കാഹളം അവിടെ മുഴങ്ങി. തികഞ്ഞ ശൗര്യത്തോടെ ശത്രുക്കളെ പരിഹസിച്ചുകൊണ്ട് റോഡറിക് ആ വലിയ കാറ്റിൽ മുന്നോട്ടു നടന്നു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും യാതൊരു ഭയവുമില്ലാതെ വിന്റർവൂൾസിന്റെ ഭടന്മാർ ആ വലിയ കൽമതിലുകൾ ലക്ഷ്യമാക്കി ഇരച്ചുകയറാൻ വേണ്ടി തിടുക്കത്തിലോടി. മുകളിൽ നിൽക്കുന്ന ചെറിയ കുട്ടികൾ ഭയത്താൽ വിറച്ചുകരയുന്നുണ്ടായിരുന്നു. മരണഭയം കാരണം ചില കുട്ടികളുടെ വസ്ത്രങ്ങളിൽ മൂത്രം നിറഞ്ഞൊഴുകി. ആ കൊടിയ ക്രൂരതയുടെ നേർക്കാഴ്ച ആ വിശാലമായ യുദ്ധഭൂമിയെ എന്നേക്കുമായി കൂടുതൽ ഇരുണ്ടതാക്കി മാറ്റി. യുദ്ധത്തിന്റെ ഭയാനകമായ ശബ്ദങ്ങൾക്കിടയിലൂടെ കടുത്ത ക്ഷീണത്താൽ കിതച്ചുകൊണ്ട് ഓർമുണ്ട് നടന്നു നീങ്ങി. തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഉൾഫിനെ എങ്ങും കാണാനില്ലെന്ന സത്യം അവന്റെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിയാക്കി. ഈ ഭാരമേറിയ നിശബ്ദതയെ കൂടുതൽ തകർക്കുന്നതായിരുന്നു അടുത്ത വാർത്ത. സ്വന്തം സൈന്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ഡയറോൺ ശത്രുക്കളുമായി സന്ധിയിലാവുകയും അവർ തടവിലാക്കിയിരുന്ന കോർലിസിനെ സ്വതന്ത്രനാക്കുകയും ചെയ്തു എന്ന് കേട്ട മാത്രയിൽ ഓർമുണ്ടിന്റെ കണ്ണുകളിൽ കൊടുങ്കോപം ഇരച്ചുകയറി. മാസങ്ങളായി അവൻ വളരെ സൂക്ഷ്മമായി നെയ്തെടുത്ത വലിയ തന്ത്രങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. അതേസമയം നഗരത്തിന്റെ കൂറ്റൻ മതിലുകൾക്ക് പുറത്ത് വലിയൊരു കൂട്ടക്കുരുതി നടക്കുകയായിരുന്നു. ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടെ മതിലുകൾക്ക് മുകളിലേക്ക് വലിഞ്ഞുകയറിയ റോഡ്രിക് തന്റെ വലിയ വാൾ ഉപയോഗിച്ച് ശത്രുക്കളെ ഓരോരുത്തരെയായി വെട്ടിത്തീർത്തു. യാതൊരു ദയയുമില്ലാതെ തന്റെ കാലിൽ പിടിച്ച ഒരു ചെറിയ കുട്ടിയെപ്പോലും അവൻ കൊന്നുതള്ളി. എന്നാൽ ഹൈടവറിന്റെ സൈന്യം വലിയ കിടങ്ങുകൾക്ക് തീയിട്ടതോടെ ആ പ്രദേശം മുഴുവൻ കത്തിയെരിയുന്ന ശരീരങ്ങളുടെ നിലവിളികളാൽ നിറഞ്ഞു. ഈ വലിയ കോലാഹലങ്ങൾക്കിടയിൽ കിങ്സ് ലാൻഡിങ്ങിന് കാവൽ നിൽക്കേണ്ടിയിരുന്ന ഹ്യൂ അവിടേക്കെത്തിയത് കണ്ടപ്പോൾ അതുവരെ വലിയൊരു നിശബ്ദതയോടെയെല്ലാം നോക്കിക്കണ്ടിരുന്ന ഡേമോണിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തന്റെ ക്ഷമയുടെ അവസാനത്തെ നൂലും പൊട്ടിയതോടെ ആ വലിയ യുദ്ധഭൂമിയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് തന്റെ ഭീമാകാരനായ ഡ്രാഗനായ കാരക്സസിനെ ഡേമൺ ഉറക്കെ വിളിച്ചു.
ഭയപ്പെടുത്തുന്ന ചിറകടിയൊച്ചയോടെ ടംബിൾട്ടന്റെ വലിയ കവാടത്തിനു മുന്നിലേക്ക് വന്ന അവൻ മതിലുകൾക്ക് കാവലായി നിർത്തിയിരുന്ന കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു. ആ ഭാരമേറിയ നിശബ്ദതയിൽ വഴിമാറിപ്പോകാൻ അവൻ ഉച്ചത്തിൽ അലറിയപ്പോൾ മരണഭയം കാരണം 2 കുട്ടികളൊഴികെ ബാക്കിയെല്ലാവരും അവിടെ നിന്നും നിലവിളിച്ചുകൊണ്ട് ഓടി. എന്നാൽ യാതൊരു അലിവുമില്ലാതെ തന്റെ വലിയ ഡ്രാഗനെക്കൊണ്ട് ആ കുട്ടികളെയും കൽമതിലുകളെയും അവൻ നിഷ്കരുണം ചുട്ടരിച്ചു. വലിയൊരു ഇടിമുഴക്കം പോലെ കാരക്സസിന്റെ കൂറ്റൻ തല ആ ഇരുമ്പുകവാടം തകർത്ത് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഹ്യൂഗും മറ്റ് സൈനികരും ആ തീജ്വാലകൾക്കിടയിലൂടെ നഗരത്തിലേക്ക് കുതിച്ചുകയറി. പുകനിറഞ്ഞ ആ തെരുവുകളിലൂടെ ഓർമുണ്ടിനെ ഇല്ലാതാക്കാനായി റോഡ്രിക് തന്റെ വാളുമായി അവന്റെ പിന്നാലെ കുതിച്ചു. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ അവർ കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. ഒരു ഇരുണ്ട ശൗചാലയത്തിൽ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചിട്ട് യാതൊരു ബോധവുമില്ലാതെ ഉറങ്ങുന്ന ഉൾഫിനെയാണ് അവർ അവിടെ കണ്ടത്. അവനെ കണ്ടമാത്രയിൽ കടുത്ത ദേഷ്യത്തോടെ ഓർമുണ്ട് അവനെ വിളിച്ചുണർത്തുകയും മുഖത്ത് അതിശക്തിയായി അടിക്കുകയും ചെയ്തു. ഒരു കാലത്ത് ഡെയ്മോൺ ചെയ്ത ഇതേ പ്രവൃത്തിയാണ് അൾഫിനെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നതെന്ന് ഓർമുണ്ട് മറന്നുപോയിരുന്നു. ഒരുപക്ഷെ ഈ വലിയ അബദ്ധം അവന് വലിയൊരു വിനാശമായി മാറുമെന്ന് ആ ഇരുണ്ട കാറ്റ് മുൻകൂട്ടി കണ്ടിരുന്നു. ഇരുണ്ട പുകപടലങ്ങൾക്കിടയിലൂടെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഭയത്തോടെ അവിടേക്ക് ഓടിപ്പോകുന്ന ഉൾഫിനെ ആ വലിയ കോലാഹലങ്ങൾക്കിടയിൽ ഡെയ്മോൺ വളരെ വ്യക്തമായി കണ്ടു. ഈ ഭയാനകമായ യുദ്ധത്തിനിടയിലുള്ള അവന്റെ ഈ വിഡ്ഢിത്തം കണ്ടപ്പോൾ വലിയൊരു പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും അവൻ നിന്നുപോയി. ആ ഭാരമേറിയ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് തന്റെ യഥാർത്ഥ ശത്രുവായ ഓർമുണ്ടിനെ ഇല്ലാതാക്കാൻ വീണ്ടും വാളെടുത്ത് തിരിഞ്ഞ അവൻ കണ്ടത് ഭീമാകാരനായ ജോൺ റോക്സ്റ്റനെയാണ്. ഒരു സാധാരണ സൈനികനായ അവൻ തന്റെ നേർക്ക് വലിയൊരു പകയോടെ എതിരിടാൻ വരുന്നത് കണ്ട് അവൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. അവരുടെ മൂർച്ചയേറിയ വാളുകൾ കൂട്ടിമുട്ടുന്ന അതിഭയങ്കരമായ ശബ്ദം മുഴങ്ങി. തന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന രീതിയിൽ ജോൺ റോക്സ്റ്റനോട് അവന് അതിശക്തമായി പോരാടേണ്ടി വന്നു. കോട്ടയ്ക്ക് പുറത്തെ വലിയ മുറ്റത്ത് ഓർമുണ്ടിന്റെ ക്രൂരരായ സൈനികർക്കൊപ്പം വലിയൊരു ചിരിയോടെ നടന്നുവന്ന ഉൾഫ് യാതൊരു അലിവുമില്ലാതെ തന്റെ അരികിലുണ്ടായിരുന്ന ഡെയ്മോണിന്റെ സഹായിയുടെ കഴുത്ത് അതിദാരുണമായി അറുത്തുമാറ്റി. ഈ സമയത്ത് വലിയ മതിലുകൾക്കുള്ളിൽ കനത്ത ശ്വാസമെടുത്തു നിൽക്കുന്ന ഡെയറോൺ തന്റെ ഭടന്മാരെ സംരക്ഷിക്കാൻ സ്വന്തം ഡ്രാഗണിന്റെ പുറത്തേറി യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ മരണത്തിലേക്ക് സ്വയം നടന്നുപോകരുതെന്നും പഴയകാലത്ത് വെറുതെ ജീവൻ കളഞ്ഞ ക്രിസ്റ്റനെ ഓർക്കണമെന്നും പറഞ്ഞ് വലിയ ഭയത്തോടെ ഗ്വെയിൻ അവനെ തടയാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ആകാശം മുഴുവൻ ഇരുട്ടാക്കിക്കൊണ്ട് വലിയ ചിറകടിയൊച്ചയോടെ ഉൾഫിന്റെ വലിയ ഡ്രാഗൺ അവരുടെ നേർക്ക് പാഞ്ഞുവന്നത്. തങ്ങളുടെ രക്ഷകനാണ് വന്നിരിക്കുന്നതെന്ന് കരുതി ആ തണുത്ത കാറ്റിൽ ഡെയ്മോണിന്റെ സൈനികർ വലിയ സന്തോഷത്തോടെ ആർത്തുവിളിച്ചു. എന്നാൽ അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ ചുട്ടരിച്ചുകൊണ്ട് യാതൊരു കരുണയുമില്ലാതെ ഉൾഫ് തന്റെ ഭയാനകമായ തീജ്വാലകൾ സ്വന്തം സൈന്യത്തിന് നേരെ തന്നെ തുപ്പിത്തുടങ്ങി. ആകാശം മുട്ടുന്ന കൊടുന്തിയും നിലവിളികളും ഉയർന്ന ആ ഭയാനകമായ നിമിഷത്തിൽ സ്വന്തം ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കൊടിയ ഭയത്തോടെ കോർലിസ് ആ ഇരുണ്ട തെരുവുകളിലൂടെ തിടുക്കത്തിലോടി. പുകനിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ശത്രുക്കളുടെ സൈന്യം കത്തിയമരുന്നത് കണ്ട ഡെറോണും ഗ്വെയിനും പരസ്പരം നോക്കി. തന്റെ ശത്രുക്കൾ തകർന്നടിയുകയാണെന്ന അഹങ്കാരത്തോടെ വലിയൊരു കുതിപ്പിൽ മുന്നോട്ടു വന്ന ഓർമുണ്ടിന്റെ കണ്ണുകളിൽ അധികാരത്തിന്റെ കൊടുങ്ക്രോധം തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വലിയ കൽത്തറയിലെ പൊടിപടലങ്ങൾക്കിടയിലൂടെ തന്റെ മൂർച്ചയേറിയ വാളുമായി ചോരയ്ക്ക് ദാഹിക്കുന്ന റോഡ്രിക് അവനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. അവരുടെ വാളുകൾ കൂട്ടിമുട്ടിയ അതിഭയങ്കരമായ ശബ്ദം ആ ഭാരമേറിയ നിശബ്ദതയെ കീറിമുറിച്ചു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ യാതൊരു ദയയുമില്ലാതെ ഓർമുണ്ട് തന്റെ വലിയ വാൾ റോഡ്രിക്കിന്റെ ശരീരത്തിലേക്ക് ആഴത്തിലിറക്കുകയും അവന്റെ ഒരു കൈ അതിദാരുണമായി വെട്ടിമാറ്റുകയും ചെയ്തു. ചോര ചീറ്റിയൊഴുകുന്ന ആ ഭയാനകമായ കാഴ്ച കണ്ട് കടുത്ത അറപ്പും ഭയവുമുണ്ടായി. എന്നാൽ തന്റെ മുറിവുകളിൽ നിന്നുള്ള കൊടിയ വേദന വകവയ്ക്കാതെ ആ ശ്രദ്ധമാറിയ നിമിഷം മുതലെടുത്ത് റോഡ്രിക് തന്റെ അവശേഷിക്കുന്ന കൈകൊണ്ട് ഓർമുണ്ടിന്റെ ശരീരത്തിലേക്ക് തന്റെ വാൾ അതിശക്തിയായി കുത്തിയിറക്കി. അപ്പോഴാണ് ആകാശം മുഴുവൻ ഇരുട്ടാക്കിക്കൊണ്ട് കനത്ത കാറ്റും പുകപടലങ്ങളും വകഞ്ഞുമാറ്റി നൂറുകണക്കിന് അടി മുകളിൽ നിന്നും തന്റെ ഭീമാകാരനായ ഡ്രാഗണിന്റെ പുറത്തിരുന്ന് അവരെ ലക്ഷ്യമാക്കി വന്നത്. താഴെ നടക്കുന്നതൊക്കെ കണ്ട് കടുത്ത ദേഷ്യത്തോടെ നിങ്ങൾക്കും വലിയൊരു നാശം വരട്ടെ എന്ന് അലറിക്കൊണ്ട് അൾഫ് പറഞ്ഞു. യാതൊരു അലിവുമില്ലാതെ അവൻ തന്റെ ഡ്രാഗണിനെക്കൊണ്ട് കൊടുന്തീജ്വാലകൾ അവർക്ക് നേരെ തുപ്പി. ആ വലിയ തീയിൽ ഓർമുണ്ട് ഭയത്തോടെ വെന്തുമരിച്ചപ്പോൾ താൻ ആഗ്രഹിച്ച ഏറ്റവും മഹത്തായ വീരമൃത്യു ലഭിച്ചതിന്റെ വലിയൊരു സന്തോഷത്തിൽ റോഡ്രിക് ആ തീജ്വാലകളെ പുൽകി. ഒട്ടും കരുണയില്ലാതെ ഉൾഫ് നഗരത്തെ മുഴുവൻ വലിയൊരു ചാരക്കൂമ്പാരമാക്കി മാറ്റുമ്പോൾ ഈ വലിയ ദുരന്തത്തിന്റെ പഴി ആരുടെ തലയിലാകും എന്ന ചോദ്യം ആ തണുത്ത കാറ്റിൽ ഒരു വലിയ നിശബ്ദതയായി അവശേഷിച്ചു. കത്തുന്ന ശരീരങ്ങളുടെയും തകർന്നടിയുന്ന കൽച്ചുമരുകളുടെയും ഭയാനകമായ ശബ്ദങ്ങൾക്കിടയിൽ ആ ഇരുണ്ട നഗരത്തിലെങ്ങും വലിയൊരു വിലാപം മാറ്റൊലിക്കൊണ്ടു. നിരപരാധികളായ ജനങ്ങളെ ഉൾഫ് നിഷ്കരുണം ചുട്ടരിക്കുമ്പോൾ ആ വലിയ കൊടുന്തിയുടെ ചൂടേറ്റാണ് ബോധം വീണ്ടുകിട്ടിയ ഡീമൺ വലിയൊരു ഞെട്ടലോടെ കണ്ണു തുറന്നത്. ശ്വാസം മുട്ടിക്കുന്ന പുക നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ തന്റെ ചുറ്റും അവൻ നോക്കിയപ്പോൾ തന്നോട് പോരാടിയ ജോൺ റോക്സ്റ്റൺ അവിടെ നിന്നും എങ്ങോട്ടോ തിടുക്കത്തിൽ ഓടിമറഞ്ഞിരുന്നു. നഗരം മുഴുവൻ ചാരമാകുന്ന ഈ വലിയ ദുരന്തം കണ്ട് ഡീമോന്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. യാതൊരു കാരണവശാലും നിരപരാധികൾ കൊല്ലപ്പെടരുത് എന്ന് റഹനര ആവർത്തിച്ചു പറഞ്ഞത് അവന്റെ കാതുകളിൽ മുഴങ്ങി. ഇത്രയും കാലം താൻ ആഗ്രഹിച്ച വലിയൊരു യുദ്ധം എത്രത്തോളം ഭയാനകമായൊരു വിനാശമാണ് കൊണ്ടുവന്നതെന്ന് ആ കനത്ത നിശബ്ദതയിൽ അവൻ തിരിച്ചറിഞ്ഞു.
ചിതറിയോടുന്ന ശത്രുസൈനികരെ വെട്ടിവീഴ്ത്തിക്കൊണ്ടു നിൽക്കുന്ന ഡീമണിന്റെ അടുത്തേക്ക് കനത്ത ശ്വാസമെടുത്ത് കോർലിസ് തിടുക്കത്തിൽ ഓടിവന്നു. ഒട്ടും വൈകാതെ ആ ഭയാനകമായ സ്ഥലത്തുനിന്നും അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. അതേസമയം നഗരം മുഴുവൻ കത്തിയെരിയുമ്പോൾ ആകാശത്ത് കാരക്സസും ഹ്യൂഗിന്റെ വലിയ ഡ്രാഗണായ വെർമിത്തറും ചേർന്ന് അൾഫിനെ അവിടെ നിന്നും തുരത്തിയോടിച്ചു. അതേസമയം തന്റെ ഇരുണ്ട മുറിയിലെ തണുത്ത കൽത്തറയിൽ വലിയൊരു നിശബ്ദതയോടൊപ്പം ഇരുന്ന് ഹെലേന തന്റെ അവസാനത്തെ മനോഹരമായ തുന്നൽപ്പണിയും വളരെ പതുക്കെ പൂർത്തിയാക്കുകയായിരുന്നു. തന്റെ ദുരിതപൂർണമായ ജീവിതത്തിനും വേദനകൾക്കും എന്നേക്കുമായി ഒരു അറുതി വരുത്താൻ തീരുമാനിച്ചുകൊണ്ട് വളരെ ഭാരമേറിയ കാൽവയ്പുകളോടെ അവൾ ആ വലിയ ജനാലക്കരികിലേക്ക് നടന്നു. വർഷങ്ങൾക്കു ശേഷം ടോമിനും അതിനു മുൻപ് സ്വന്തം സഹോദരനായ ഏഗോണും നിന്ന അതേ തണുത്ത ജനാലക്കരികിൽ നിന്ന് അവസാനമായി പുറത്തെ ശൂന്യതയിലേക്ക് നോക്കി അവൾ താഴേക്കെടുത്തു ചാടി. പുകയുന്ന കൽത്തറയിലൂടെ ചോരവാർന്ന് ഇഴഞ്ഞു നീങ്ങുന്ന ഗ്വേൻ തന്റെ ജീവൻ നിലനിർത്താനായി ഡേറോണിനെ തിരയുകയായിരുന്നു. ഡെയ്മണിന്റെ ചോരപുരണ്ട വാളുമായി നടക്കുന്ന ജോൺ റോക്സ്റ്റൺ ഒടുവിൽ കണ്ടെത്തിയത് പൂർണ്ണമായും കരിഞ്ഞുപോയ ഓർമോണിന്റെ ജീവനില്ലാത്ത ശരീരമായിരുന്നു. എന്നാൽ ഈ വലിയ ദുരന്തങ്ങൾക്കിടയിൽ, തകർന്നുപോയ കൽച്ചുമരുകൾക്കിടയിൽ തന്റെ പ്രിയപ്പെട്ട കാറ്റിന്റെ ചേതനയേറ്റ ശരീരം കണ്ട ഹ്യൂഗിന്റെ കണ്ണുകളിൽ ഇരുട്ടുമൂടി. ആ തണുത്ത കാറ്റിനെപ്പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ അവന്റെ തൊണ്ടപൊട്ടിയുള്ള വലിയൊരു നിലവിളി ആ നഗരത്തിൽ മുഴുവൻ പ്രതിധ്വനിച്ചു. കനത്ത പുകപടലങ്ങൾ പതുക്കെ അടങ്ങുമ്പോൾ ചോരച്ചാലുകൾ നിറഞ്ഞ ആ വലിയ യുദ്ധഭൂമിയിലെ ശ്വാസം മുട്ടിക്കുന്ന തണുത്ത കാറ്റിൽ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ രൂക്ഷഗന്ധം വല്ലാതെ നിറഞ്ഞുനിന്നിരുന്നു. ഒരു വലിയ ചതുരംഗക്കളിയിലെ കരുക്കൾ പോലെ ജീവനോടെ അവശേഷിക്കുന്നവർ തങ്ങളുടെ അടുത്ത നീക്കത്തിനായി ഈ വലിയ നാശത്തിനിടയിലും ഭയത്തോടെ കാത്തിരിക്കുകയാണ്. കൊടുംക്രൂരതയുടെ വലിയൊരു പര്യായമായിരുന്ന ഹൈടവേഴ്സിന്റെ ഇരുണ്ട ശക്തി പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്ന സത്യം ആ ഭാരമേറിയ നിശബ്ദതയിൽ അലിഞ്ഞുചേർന്നു. എന്നാൽ ഈ വലിയ ശൂന്യതയിൽ മറ്റുള്ളവരുടെ വിധി എന്താകുമെന്ന ചോദ്യം കനത്തൊരിരുളായി വീണ്ടും അവശേഷിച്ചു. സ്വയം രാജ്ഞിയായി പ്രഖ്യാപിച്ച് വലിയൊരു അഹങ്കാരത്തോടെ തന്റെ മുറിയിലേക്ക് തിരികെ വന്ന റെനൈറ ശൂന്യമായ ആ വലിയ മുറി കണ്ട് വല്ലാത്തൊരു നടുക്കത്തോടെ ജനാലക്കരികിലേക്ക് ഓടിച്ചെന്നു. ആ സമയത്ത് ആ വലിയ കോട്ടയിൽ നിന്നും വളരെ ദൂരെ മാറി നിൽക്കുന്ന എലിസന്റിന്റെ ചുറ്റും പെട്ടെന്ന് മനോഹരമായ ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ പറന്നുയർന്നു. ദിവസങ്ങൾക്ക് മുൻപ് താൻ കണ്ട പുഴുക്കൾ ഇപ്പോൾ മനോഹരമായ ശലഭങ്ങളായി മാറി പറന്നകന്നത് തന്റെ മകൾക്കൊടുവിൽ ജീവന്റെ കെട്ടുപാടുകളിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിന്റെ വലിയൊരു അടയാളമായിരുന്നു. തിരികെ മുറിയിലെ മേശപ്പുറത്തേക്ക് നോക്കിയ റെനൈറ അവിടെയിരുന്ന അവസാനത്തെ തുന്നൽപ്പണി കണ്ടു. ഹെലേന തന്റെ സ്വന്തം മരണം അതിൽ വളരെ കൃത്യമായി മുൻകൂട്ടി വരച്ചുവച്ചിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ മനോഹരമായ ശലഭച്ചിറകുകളായി മാറിയതും അതിനു താഴെ വലിയൊരു വാളും തീയും ഭയപ്പെടുത്തുന്ന ഡ്രാഗണുമായി പൂർണ്ണമായും രാജ്ഞിയായി നിൽക്കുന്ന റെനൈറയുടെ രൂപവും അതിലുണ്ടായിരുന്നു. ആ രാജകീയ രൂപത്തിനു ചുറ്റും രക്തത്തിന്റെ നിറമുള്ള നൂലുകൾ ഒരു വലിയ ഇരുമ്പുകൂടുപോലെ വളരെ ഇറുകി ചുറ്റിവരിഞ്ഞിരുന്നു. ഈ വലിയ വിധി പൂർണ്ണമായും നെഞ്ചിലേറ്റിക്കൊണ്ട് പുറത്തെ വെളിച്ചമോ സൗന്ദര്യമോ ഇനി തനിക്ക് ആവശ്യമില്ലെന്ന ഭാവത്തിൽ റെനൈറ ആ വലിയ കനത്ത ജനാല അതിശക്തിയായി വലിച്ചടച്ചു. അവളിലെ കരുണ എന്നേക്കുമായി വറ്റിപ്പോയിരുന്നു. അവിടെ ജനിച്ചത് ഒട്ടും ദയയില്ലാത്ത ഇരുൾ നിറഞ്ഞ ഹൃദയമുള്ള ക്രൂരയായ ഒരു പുതിയ രാജ്ഞിയായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളുടെ ചേതനയേറ്റ ശരീരത്തിനു മുന്നിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന ഹ്യൂഗിന്റെ വിറയ്ക്കുന്ന മനസ്സിൽ ഇനി മുതൽ രാജ്ഞിയോടുള്ള കൂറ് അവസാനിപ്പിക്കണമെന്ന ചിന്ത ഒരു കൊടുങ്കാറ്റായി മാറി. അതേസമയം യാതൊരു അലിവുമില്ലാതെ സ്വന്തം സൈന്യത്തെ കൊടുന്തിയിൽ ചുട്ടെരിച്ച ഉൾഫിന്റെ ജീവൻ എന്നേക്കുമായി അവസാനിച്ചോ എന്ന സംശയം ആ കൽത്തറയിലെ ഇരുണ്ട ചോരപ്പാടുകളിൽ നിഴലിച്ചുനിന്നു. ഇതിനെല്ലാം അപ്പുറം ഒരിക്കൽ പരസ്പരം കൊല്ലാൻ കൊതിച്ച ഏഗോണും ഈമോണ്ടും ഇപ്പോൾ ഒന്നിച്ചു ചേർന്ന് തങ്ങളുടെ വലിയ ഡ്രാഗൺകളുടെ പുറത്ത് ആകാശത്തേക്ക് പറക്കുമ്പോൾ വരാനിരിക്കുന്ന വലിയ വിനാശത്തിന്റെ ഭയാനകമായ കാർമേഘങ്ങൾ അവർക്ക് മുകളിൽ കൂടുതൽ ഇരുണ്ടതായി മാറുകയായിരുന്നു. അധികാരത്തിന്റെ ഈ വലിയ കോലാഹലങ്ങൾക്കും അയറൺ ത്രോണിന്റെ അതിശൈത്യമുള്ള ഇരുമ്പിനുമപ്പുറം ഈ കൊടുംയുദ്ധത്തിന്റെ യഥാർത്ഥ ഹൃദയമിടിപ്പ് റെനൈറയും ആലിസന്റും തമ്മിലുള്ള തകർന്ന ബന്ധത്തിലാണ് അവശേഷിക്കുന്നത്. ഒരിക്കലും തിരികെ കൊണ്ടുവരാനാകാത്ത വിധം അഹങ്കാരത്തിന്റെയും കൊടുംക്രൂരതയുടെയും വലിയൊരിരുളിലേക്ക് റെനൈറ പൂർണ്ണമായും വീണുപോയിരിക്കുന്നു. ശാരീരികമായി മാത്രമല്ല, വൈകാരികമായും അവർ രണ്ടുപേരും ഇപ്പോൾ വലിയൊരു കൊക്കയുടെ രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. സ്നേഹവും പകയും പരസ്പരം അതിശക്തമായി പോരടിക്കുന്ന ഇവരുടെ ഈ തകർന്ന ബന്ധം എങ്ങനെയാണ് വീണ്ടും ഒന്നിക്കുന്നതെന്നും ഈ വലിയ രക്തച്ചൊരിച്ചിൽ അവസാനമായി എവിടെ ചെന്നു നിൽക്കുമെന്നുമറിയാൻ ഈ രാജ്യം മുഴുവൻ ഭയത്തോടെ ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.